നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ കുടമുറിക്കല്യാണം എന്ന ഗാനത്തിൻ്റെ പല്ലവി ഭാഗം നൊട്ടേഷൻ സ്വരങ്ങളോടുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാടി വന്നപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടെന്ന് മനസ്സിലായത് അല്ലേ? അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു. ഈ വീഡിയോയിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റാൻസ, അതായത് ചരണത്തിൻ്റെ ആദ്യത്തെ ഭാഗം കാതിൽ പൂത്തോടയുമായി എന്ന ആ ചരണവും ആ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ശ്രുതി ഇട്ടിരിക്കുന്നത് ഡിയിലായിരുന്നു, പിച്ച് ഡി ആണ് ഇടുന്നത്. അപ്പോൾ ഡി പിച്ചിൽ വെച്ച് നമുക്ക് തുടങ്ങാം. കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ് കാതിൽ, ഇതാണല്ലോ ആദ്യത്തെ. അതിൽ കാതിൽ പൂത്തോടയുമായി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വരം മാ ആണ്. കാതിൽ മാമ 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 പാമഗമാ, കാതിൽ പൂത്തോടയുമായി. കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മൾ പാടുന്നത്. മാമ മാമ പാമഗമാ, കാതിൽ പൂത്തോടയുമായി കാലിൽ മകരിസരേ മകരിസരേ, കാലിൽ കാതിൽ പൂത്തോടയുമായി കാലിൽ മാമ മാമ മഗമാ മകരിസരേ പൊൻചിലമ്പണിഞ്ഞ്. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വരം പാ ആണ്. അപ്പോൾ ഫസ്റ്റ് കാതിൽ പൂത്തോട നമ്മൾ മധ്യമത്തിൽ സ്റ്റാർട്ട് ചെയ്തു. പൊൻചിലമ്പണിഞ്ഞ് പാ പഞ്ചമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊൻചിലമ്പണിഞ്ഞ് പാപദമ പൊൻചിലമ്പണിഞ്ഞ് പാപദമ പദ പൊൻചിലമ്പണിഞ്ഞ്. അത് കുറച്ച് ലെങ്തി ആണല്ലോ. പൊൻചിലമ്പണിഞ്ഞ്. ആ ലാസ്റ്റ് വരുന്നത് ആ ഗരി എന്നുള്ളത് പെട്ടെന്ന് സ്പീഡിൽ വരുന്നതാണ്. സ്പീഡ് വരുന്നൊരു പ്രയോഗം. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആ ഗമകം കുറച്ച് ഫാസ്റ്റാണ്. പാട്ടിൽ നല്ല ഫാസ്റ്റ് ആണല്ലോ, നമ്മൾ സ്ലോ ആയിട്ട് പാടുന്നേ ഉള്ളൂ. പൊൻചിലമ്പണിഞ്ഞ് പാപദമ പദ പദപമഗരി. അത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പൊൻചിലമ്പണിഞ്ഞ്. ആ ലാസ്റ്റ് വരുന്ന ഗമകം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇല്ല. ഓക്കെ. ചന്ദനം ചാർത്തി താരിളം കാറ്റിൽ. അവിടുത്തെ സ്വരം വരുന്നത് ദസരി താരിളം കാറ്റിൽ സരി സദ ദസരി സരി സദ താരിളം കാറ്റിൽ ചന്ദനം ചാർത്തി താരിളം കാറ്റിൽ ചന്ദനം ചാർത്തി താരിളം ദസരി സരി സദ മമ പദ പദ പപ ചന്ദനം ചാർത്തി മമ പദ. ആ ചെറുതായിട്ട് ഷേക്ക് ചെയ്യുന്നത് ചന്ദനം അത് പാടുമ്പോഴും വരണം. ചന്ദനം ചന്ദനം അങ്ങനെയല്ല, ചന്ദനം ചാർത്തി മമ പദ പദ പപ. അപ്പോ താരിളം കാറ്റിൽ ചന്ദനം ചാർത്തി. അത് തന്നെ കാതരയായി കളമൊഴി പാടി ആ ലൈനിലും അതേ സ്വരങ്ങൾ തന്നെ വരുന്നത്. കാതരയായി അവിടെ ഒരു ചെറിയ വ്യത്യാസം, ഒരു ചെറിയ ഗമകം അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്പീഡ് സ്വരപ്രയോഗം അവിടെ വരും. കാതരയായി
ബാക്കി എല്ലാ സ്വരങ്ങളും സെയിം തന്നെ. ചന്ദനം ചാർത്തി, അതേപോലെ കളമൊഴി പാടി. ആകെ കാതരയായി എന്ന ഭാഗത്ത് മാത്രം ചെറിയ വ്യത്യാസം, ചെറിയൊരു ഗമകം വരുന്നുണ്ട്. ഇനി വരുന്ന കുറച്ച് വരികൾ കുറച്ച് ഫാസ്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ. തരളമിഴിയിൽ മദനനാടി അരയിൽ കിങ്ങിണി നൃത്തമാടി അലരി മലരതേറ്റു പാടി 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 പാടി. അതിൻ്റെ സ്വരം നമുക്ക് നോക്കാം. തരളമിഴിയിൽ മദനനാടി തരളമിഴിയിൽ മദനനാടി. സാ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാ സരി സദസ തരളമിഴിയിൽ മദനനാടി. സാ സരി സദസ ദപദ പമപ തരളമിഴിയിൽ മദനനാടി തരളമിഴിയിൽ മദനനാടി. സ്ലോ ആയിട്ട് പാടി ഫാസ്റ്റ് ആയിട്ട് പാടി നോക്കാം. സാ സരി സദസ ദപദ പമപ തരളമിഴിയിൽ മദനനാടി. അരയിൽ കിങ്ങിണി, അതിൻ്റെ അരയിൽ കിങ്ങിണി നൃത്തമാടി. ദദസ ദപദ അരയിൽ കിങ്ങിണി. അത് കുറച്ച് കിങ്ങിണി കുറച്ച് സ്പീഡിൽ പാടണം. ദദസ ദപദ അരയിൽ കിങ്ങിണി നൃത്തമാടി. ദദസ ദപദ പമപ മരിമ ദദസ ദപദ പമപ മരിമ. സ്വരങ്ങളുടെ ചെറിയ ചെറിയ സ്വരങ്ങളുടെ കോമ്പിനേഷൻസ് അവിടെ വരുന്നത് ആ സ്പീഡിൽ വരുന്ന ലിറിക്സിൻ്റെ എല്ലാം. ദദസ ദപദ പമപ മരിമ അരയിൽ കിങ്ങിണി നൃത്തമാടി അരയിൽ കിങ്ങിണി നൃത്തമാടി. അപ്പോൾ തരളമിഴിയിൽ ആ കുറച്ച് ലൈൻസ് നല്ല ഫാസ്റ്റ് ആണല്ലോ. തരളമിഴിയിൽ മദനനാടി അരയിൽ കിങ്ങിണി നൃത്തമാടി. അവസാനത്തെ വരി അലരി മലരതേറ്റു പാടി. പാടി 3-4 റിപ്പീറ്റ് ചെയ്ത് വരുന്ന അവിടുത്തെ എല്ലാം ഒരേ സ്വരങ്ങൾ തന്നെ വരും. അലരി മലരതേറ്റു പാടി അലരി മലരതേറ്റു സരി സ സരി സരി മരി സരി സരി മരി അലരി മലരതേറ്റു പദപ സരി സരി മരി പദപ അലരി മലരതേറ്റു പാടി ദസദ സരി സരി മരി പദപ ദസദ ദസദ ദസദ. അത് റിപ്പീറ്റ് ചെയ്യാണ്. പാടി പാടി വരുന്ന ഭാഗത്തെല്ലാം ഈ ദസദ ദസദ പാടി 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 അലരി മലരതേറ്റു പാടി 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 പാടി. എല്ലാം ഒരേ സ്വരങ്ങളാണ്. പാടി 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 5 റിപ്പീറ്റ് ഉണ്ട്. അതിലെല്ലാം ഒരേ സ്വരങ്ങളാണ് വരുന്നത്. അലരി മലരതേറ്റു പാടി 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 പാടി. ഗ്രാജുവലി വോളിയം കുറച്ച് കുറച്ച് കുറച്ച്. കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ. അവിടെ നീട്ടി പാടുക. അത്രയും നീളം കിട്ടുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഷോർട്ടാക്കുക. അല്ലെങ്കിൽ മാക്സിമം അത് നീട്ടി തന്നെ പാടണം. താരിളം കാറ്റിൽ ചന്ദനം ചാർത്തി കാതരയായി കളമൊഴി പാടി. അത്രയും കഴിഞ്ഞ് അടുത്ത വരികളിലാണ് ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. തരളമിഴിയിൽ മദനനാടി അരയിൽ കിങ്ങിണി നൃത്തമാടി അലരി മലരതേറ്റു പാടി 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 പാടി. താരിളം കാറ്റിൽ ചന്ദനം ചാർത്തി കാതരയായി കളമൊഴി പാടി. തരളമിഴിയിൽ മദനനാടി അരയിൽ കിങ്ങിണി നൃത്തമാടി അരളി മലരതേറ്റു പാടി 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 പാടി. പുടമുറി കല്യാണം. പിന്നെ വരുന്ന പുടമുറി കല്യാണം ചെറിയൊരു സംഗതി വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പല്ലവിയിൽ 3 ടൈപ്പ് സംഗതികൾ
ഉടമുറി കല്യാണം ദേവി ആ ഒരു ലൈനിൽ തന്നെ പാടിയിരുന്നു. അപ്പോൾ ഇതിൽ അതുമല്ലാതെ വേറൊരു സംഗതിയാണ് ഫസ്റ്റ് ചരണം കഴിഞ്ഞിട്ട് വരുന്ന പുടമുറി കല്യാണം അതിൽ വരുന്നത്. അതും നമുക്കൊന്ന് നോക്കാം. പുടമുറി കല്യാണം എന്ന ആ ഒരു വേർഡിന് തന്നെ മാറ്റം ഉണ്ടെന്ന്. നേരത്തെ നമ്മൾ പാടിയതിൽ ദേവി എന്നുള്ള വേർഡിൽ മാത്രമേ സംഗതികൾ മാറി മാറി വരുന്നുള്ളൂ. ഇവിടെ പുടമുറി കല്യാണം എന്ന വേർഡിന് തന്നെ മാറ്റം വരുന്നുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. പുടമുറി കല്യാണം ദേവി, അവിടെ സ്വരം വരുന്നത് പുടമുറി സെയിം തന്നെയാണ്. നേരത്തെ പാടിയിരുന്ന സ്റ്റാർട്ടിങ്ങിലൊന്നും വ്യത്യാസമില്ല. കല്യാണം അവിടെ ഫാസ്റ്റ് ആയിട്ട് വരണം. പുടമുറി കല്യാണം പുടമുറി കല്യാണം സരിമ പദരി സസ തപമ പാ പുടമുറി കല്യാണം ദേവി ദപമഗരി സരി ദേവി. എനിക്കിന്നു മാംഗല്യം സെയിം തന്നെ. എനിക്കിന്നു മാംഗല്യം. ഈ പാട്ടിൻ്റെ ആദ്യത്തെ ചരണം അതാണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തത്. എല്ലാവരും പാടി നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഇതിൻ്റെ നൊട്ടേഷനും ഞാനൊരു ചിത്രം കൊടുത്തേക്കാം. വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി.